ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്കല ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ പേര് രമ്യന്നാണ്. അപ്പോൾ നമ്മൾ 1 മന്ത് ഹെയർ കെയർ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ശരിക്കും 1 മന്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേയ്സ് മിസ്സിംഗ് ഉണ്ട്. നമ്മൾ 4 വീക്കായിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4ാമത്തെ വീക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആയിരുന്നു നമ്മൾ തലേദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 1 മുതലേ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഫീവറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം കുറച്ച് അതിൻ്റെ ഒരു ആൻറ്റിബയോട്ടിക് പിന്നെ കുറച്ച് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടുള്ള കുറച്ച് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വീണ്ടും ഹെയർ ഫോൾ വന്നിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മുടി എത്ര ലെങ്ത് വെച്ചിട്ടുണ്ട്, എൻ്റെ മുടിയിൽ എന്ത് നീളം വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പുള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ അതിലെനിക്ക് ഇത്രയാണ് മുടിയുള്ളത്. പിന്നെ നമ്മൾ ഹെയർ കെയർ ചാലഞ്ച് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴുള്ളൊരു ചേഞ്ചാണിത്. ഇനി ഇത് കഴിഞ്ഞ് ഇപ്പോഴുള്ളൊരു ചേഞ്ചാണിത്. ഇതിൽ മുടിയുടെ വോളി ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ലെങ്ത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകുന്നുണ്ടാവും. മുടി നന്നായിട്ട് നീളം വെച്ചിട്ടുണ്ട്. മാത്രമല്ല കുറച്ച് അധികം ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളൊരു ദിവസം എടുത്ത ഒരു ഫോട്ടോയാണിത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വീഡിയോ കണ്ടോളൂ. ഒരുപാട് കുഞ്ഞു കുഞ്ഞു മുടികൾ ഉണ്ടായിരുന്നു. അവയൊക്കെ ഏകദേശം നീളം വെച്ചിട്ടായി ഈ ഒരു ലെങ്ത്തോളം എത്തിയിട്ടുണ്ട്. ഇതൊക്കെ പൊടിയ മുടികളായിരുന്നു. അപ്പൊ അതൊക്കെ അത്രയും നീളം വെച്ചിട്ട് വന്നിട്ടുണ്ട്. സ്വതവേ എന്റെ മുടി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നീളം വെക്കുന്ന ടൈപ്പ് ഒരു മുടിയല്ല, വളരെ സ്ലോ ആയിട്ട് വളരുന്ന ഒരു മുടിയാണ്. പിന്നെ ഇതുവരേക്കും ഞാൻ മുടി ഒത്തിരി നീട്ടി വളർത്തി നോക്കിയിട്ടില്ല. അപ്പൊ ഇപ്പൊ മുടി കാണാൻ വലിയ ഭംഗിയിലൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഓയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തു. കാരണം ഇപ്പൊ 2-3 ദിവസം ഇടവിട്ടിട്ടാണ് എനിക്ക് തലവാഷ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നന്നായിട്ട് തന്നെ ഓയിൽ അപ്ലൈ ചെയ്തു. എന്നിട്ട് ജെല്ല് അപ്ലൈ ആണ് ചെയ്തത്. വേറെ ഒന്നും എനിക്ക് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതാണ് ചെയ്തത്. ഒരു 5-10 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. ഉടനെ വാഷ് ചെയ്ത് കളഞ്ഞു. എന്നിട്ടാണുള്ള ഒരു ഫീലിംഗ് ആണ്. നിങ്ങൾക്കറിയാം ഫ്ലാക്സ് ജെൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി വല്ലാതെ തന്നെ സോഫ്റ്റ് ആവും. അപ്പോൾ അതിന് തന്നെയാണ് ഞാൻ ചെയ്തത്. കാരണം എല്ലാ ദിവസവും തല കഴുകാത്തത് കൊണ്ട് തന്നെ മുടി കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ മുടിയിലെ ഡിഫറൻസ് കാണിച്ചു തരാം. പിന്നെ ചുരുള മുടി ആയതുകൊണ്ട് നിങ്ങൾക്ക് നീളം ഫീൽ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പം ഞാൻ പെട്ടെന്ന് കാണുമ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ മുടിയുടെ എൻഡ് വരേക്കും ഞാൻ പിന്നിട്ട് മടക്കി കെട്ടിയത് കാരണം നിങ്ങൾക്ക് ആ മുടിയുടെ ഒരു ടെക്സ്ചർ ഒന്നും അത്ര ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഒരു വല്ലാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക. അത് മൈൻഡ് ചെയ്യണ്ട കേട്ടോ. മുടിയുടെ ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാല് ലെങ്ത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് കൃത്യം പറയുകയാണെങ്കിൽ ഇതാ ഇത്രയും ലെങ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് കളഞ്ഞാൽ അത് മുകളിലേക്ക് പോകും. അപ്പൊ ഇതാ ലെങ്ത് എന്ന് വെച്ചാൽ ഇതാ ഇത്രയാണ്. മുടി എങ്ങനെയാന്ന് വിചാരിച്ചാൽ ഞാൻ യു കട്ട് അടിക്കാൻ ശ്രമിച്ചിട്ട് വി കട്ടായ ഒരാളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ആയി കേട്ടോ, ഒരു 4-5 മാസമായി കട്ട് ചെയ്തിട്ട്. ഇപ്പൊ മുടി കട്ട് ചെയ്തിട്ട് ഏകദേശം അത്രയായി. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് ഇതിന്റെ എന്തൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. കുറച്ച് ട്രിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ബോഡി എന്തായാലും കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ട്രിം ചെയ്യാന്ന് വെച്ചാൽ ഒരു ചെറിയ ഈ ഒരു അളവിലൊക്കെ മുറിച്ചിട്ടുള്ളൂ. ആ ഒരു ഇത് കുറഞ്ഞിട്ടുണ്ട്, അത്ര തന്നെ. എനിക്കും അധികം ആൾക്കാരെ പോലെ തന്നെ ഈ ഒരു ഭാഗത്തുള്ള ഹെയർ ആണ് പെട്ടെന്ന് നീളം ഉണ്ടാവുക. ഈ ഒരു ഭാഗത്തുള്ളതല്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഈ ഒരു അളവിലാണ് കട്ട് ചെയ്തത്. ഈ ഒരു ഭാഗത്ത് ഇതെങ്ങനെയാണ് ഇത്രയും മുടി എനിക്ക് വളർന്നത് തന്നെയാണ്. അതിലിത് മുഴുവൻ ഈ 1 മാസം കൊണ്ട് വളർന്നതൊന്നല്ല. ഇത്രത്തോളം എനിക്ക് ഏകദേശം ഇതിനു മുമ്പേ വളർന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചെറിയ പോർഷനാണ് ഇപ്പം വളർന്നിട്ടുള്ളത്. കാരണം നമുക്ക് അറിയാം, നമ്മൾ എന്തൊക്കെ ശ്രമിച്ചാലും 1 വർഷം ഒരു മുടി വളരാനുള്ളത് ഏകദേശം 6 മുതൽ ഒരു 8 ഇഞ്ച് വരെയൊക്കെ ആണ് മാക്സിമം ഒക്കെ വളരുന്നത്. അത് ചില മുടി പെട്ടെന്ന് വളരുന്ന, ചില ആൾക്കാർക്ക് കുറച്ച് നന്നായിട്ട് വളരുന്നു മാത്രം. നമ്മളെ പോലുള്ള ആൾക്കാർക്കൊക്കെ വളരെ ചെറിയ രീതിയിലേ ഉള്ളൂ. പക്ഷെ എനിക്കിതൊരു നല്ല ചേഞ്ച് തന്നെയാണ്. മുടി നല്ല നീളം വെച്ചിട്ടുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ് ഈ ഒരു റിസൾട്ടിൽ. കാരണം ഞാൻ ഇതുവരേക്കും ഇത്രയും എനിക്ക് വളരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. ഇത്രയും എനിക്ക് ഇതുവരെ മുടി വളർന്നിട്ടുമില്ല. പിന്നെ ഇതിൽ എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നില്ല. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരാളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം അവരെ ഫോളോ ചെയ്തിട്ട് പോവാന്നുള്ളതാണ്. ഇപ്പൊ എൻ്റെ ചാനലിലെ അല്ല എൻ്റെ വീഡിയോസ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു ചാലഞ്ചൊക്കെ ചെയ്യുമ്പോൾ ഒന്നിക്കിൽ അത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഓപ്ഷൻ ആണ് കേട്ടോ. എല്ലാവരെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ ഫോളോ ചെയ്യാന്നുള്ളത്. ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഒരു ചാലഞ്ചിന്റെ പേരിലാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിൽ, ഇപ്പൊ എന്റേതല്ല വേറെ ആരെങ്കിലും ചാനലിലാണ് തുടങ്ങുന്നത്, നിങ്ങൾക്ക് അതിൽ സ്യൂട്ടായ കാര്യം മാത്രം ചെയ്യണം കേട്ടോ. അവരെ വിശ്വസിച്ച് അവർ പറയുന്ന എല്ലാം നമുക്ക് സ്യൂട്ട് ആവില്ല എങ്കിലും തലയിൽ അപ്ലൈ ചെയ്യരുത്. ഇപ്പൊ ഞാൻ പറഞ്ഞാലും അങ്ങനെ തന്നെ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. പക്ഷെ ആ ഒരു വ്യക്തിയെ അതിലാണ് നിങ്ങൾക്ക് വിശ്വാസമെങ്കിൽ അത് ചെയ്യാം. ഇപ്പം 2 പേരുടെ അതായത് ഹെയർ കെയർ ചാർട്ടും
ഒരേപോലെ ഒരു മാസം ഫോളോ ചെയ്യാൻ ശ്രമിക്കരുത്. ഇപ്പോൾ ഒരു മാസം എൻ്റെ നോക്കുന്നു, നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വേറൊരാൾ നോക്കുന്നതിൽ തെറ്റില്ല. അതല്ല ഞാൻ പറഞ്ഞത്. എൻ്റേത് നോക്കുന്നു, അതേസമയം വേറൊരാളത് നോക്കുന്നു. അപ്പോൾ ഓരോ ദിവസം ഞാൻ ഗ്യാപ്പ് കൊടുക്കുന്ന ദിവസം മറ്റൊരാളുടെ മറ്റൊരു വീഡിയോയിലുള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് അവർ വിചാരിച്ച റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, അതുപോലെ ഞാൻ വിചാരിച്ച റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ചാലഞ്ചൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പാറ്റേണിൽ ഫോളോ ചെയ്യുക. കാരണം അതൊരു സീരീസ് പോലെ പോവുകയാണ്. അപ്പോൾ അതിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. മുന്നിലിട്ട് കാണിക്കാൻ കാരണം ഒരുപാട് പേരുടെ മുമ്പിൽ ഈ ഒരു കുഞ്ഞു മുടി വെച്ചിട്ടാണോ ഈ ഒരു ചാനൽ തുടങ്ങിയത് എന്ന് എന്നോട് ചോദിച്ചിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു മറുപടിയാണ്. തേനീച്ചക്കൂട് പോലുള്ള മുടിയും വെച്ചിട്ടാണോ, ഈ മുടിയൊക്കെ എത്ര വളരാനാണ്, ഇതൊന്നും എവിടെ എത്താൻ പോകുന്നില്ല എന്ന് പറഞ്ഞവർക്കുള്ള ഒരു മറുപടിയാണ്. ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം മുടി വളർന്നിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെയുള്ളൊരു കാര്യം, അതായത് എനിക്ക് ഇനി അതെന്നെ ഹേർട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഹേർട്ട് ചെയ്ത സമയത്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. ഇപ്പം ഇതിൽ എനിക്ക് ഇതിനേക്കാളും കൂടുതൽ വോളിയം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് ഒരു അസുഖം വന്നില്ലായിരുന്നെങ്കിൽ, ഞാൻ ഹെൽത്തിയർ ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ വോളിയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ ഓയിൽ ഇട്ട ദിവസം തന്നെയാണ്, ഹെയർ വാഷ് ചെയ്ത ദിവസം തന്നെയാണ് കാണിക്കുന്നത്. അല്ലാത്ത ദിവസമാണെങ്കിൽ എനിക്ക് നിങ്ങൾ ഷാമ്പൂ ഒക്കെ ഇട്ട് പറത്തിയിട്ടൊക്കെ കാണിച്ചു തരാം. എങ്കിലും എനിക്ക് ഭയങ്കര വോളിയമായിട്ടൊക്കെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാമായിരുന്നു. ഇത് ഫുൾ എൻഡ് വരേക്കും ഞാൻ ഓയിൽ ഇട്ടിട്ടാണ് ഈ ഒരു ദിവസം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ആരെയും പറ്റിച്ചുകൊണ്ടൊന്നും നേടാനില്ല. കാരണം ഞാൻ ഈ ഒരു മുടിയും വെച്ച് പുറത്തേക്ക് ഇറങ്ങാനുള്ളത് തന്നെയാണ്. ഞാൻ ആരെയും ഒരു വീഡിയോയിലും ഇതുവരേക്കും ചീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോഴും പറയും എൻ്റെ മുടി ഒരുപാട് വോളിയം ഉണ്ട്, ഒരുപാട് വണ്ണം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പം വളരെ വോളിയം കുറഞ്ഞിട്ടാണുള്ളത്. നിങ്ങൾക്ക് ചുരുണ്ട മുടി ആയതുകൊണ്ട് ഫീൽ ചെയ്യാത്തതാണ്. പക്ഷെ ലെങ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ച് കഴിഞ്ഞാൽ ചുരുണ്ട മുകളിലേക്ക് തന്നെ പോകും. അത് ചുരുണ്ട മുടിയുടെ നാച്ചുറൽ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ മുടിയിൽ എത്ര ചേഞ്ച് വന്നിട്ടുണ്ട്, എല്ലാം നിങ്ങൾ കണ്ടില്ലേ. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഒരുപാട് മുടിയുണ്ടെന്നോ ഒരുപാട് വോളിയം ഉണ്ടെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസിലും ഞാൻ എൻ്റെ മുടിയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ളൂ. ഇതാരും നെഗറ്റീവ് അയച്ചതുകൊണ്ട് ഞാൻ പറയുന്നതല്ല കേട്ടോ. എനിക്ക് വന്ന എല്ലാ നെഗറ്റീവ്സിനും നമ്മളെ ചെറുതായി കുത്തി നോവിച്ച ആൾക്കാർക്കൊക്കെയുള്ള ഒരു റിപ്ലൈയും കൂടി ഇതോടൊപ്പം പറയാന്ന് വിചാരിച്ചിട്ടാണ്. ആരൊക്കെ ശ്രമിച്ചാലും കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരാം നമ്മളുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. എനിക്ക് ഇതുവരെയും എൻ്റെ മുടിയെ ശ്രദ്ധിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. ജോലിക്ക് പോയിട്ടായിക്കോട്ടെ അല്ലാത്ത സമയത്തായിക്കോട്ടെ എനിക്ക് ഒട്ടും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പഠിക്കുന്നത് കഴിഞ്ഞ ഉടനെ തന്നെയായിരുന്നു വിവാഹം. അത് കഴിഞ്ഞ ഉടനെ തന്നെ വിത്തിൻ ഒരു മന്തിനുള്ളിൽ തന്നെ എനിക്ക് ജോലിയിലും ജോയിൻ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. 5:30, 5:45 ആകുമ്പോൾ വീട്ടിലെത്തുന്ന ഒരാൾക്ക് രാവിലെ പോവാൻ വേണം. അപ്പോൾ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. നമുക്ക് അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണ്ടേ. അപ്പോൾ മുടിയെ നമ്മൾ എത്രമാത്രം കെയർ ചെയ്യും? ഒന്നും ചെയ്യില്ല. കുറച്ച് കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ അതും വല്ലപ്പോഴും, എല്ലാ ദിവസവും ഒന്നും ചിലപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ലീവ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആകെയുള്ളത് ഒരു സൺഡേ ആണ്, സെക്കൻഡ് സാറ്റർഡേയും. ബാക്കി ലീവൊന്നുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് എത്രയാണ് നമ്മുടെ മുടിയെ ശ്രദ്ധിക്കാൻ ടൈം കിട്ടുക? ഇപ്പൊ ഞാൻ ലീവിലായിരിക്കുന്ന സമയത്തായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ടൈം കിട്ടിയത്. അതുകൊണ്ടാണ് മുടിയെ ഇത്രയും ശ്രദ്ധിക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് എൻ്റെ മുടി ഇത്രയും ഇരിക്കുന്നത്. പാരമ്പര്യമായിട്ട് ഒട്ടും മുടിയില്ലാത്ത ആൾക്കാർ തന്നെയാണ് ഞാൻ. എൻ്റെ അമ്മക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും വീഡിയോ കാണിച്ചു തരാം. ഒട്ടും മുടിയില്ലാത്തത് തന്നെയാണ് അമ്മക്ക്. അമ്മയുടെ ടൈപ്പ് മുടിയാണ് എനിക്കും കിട്ടിയിട്ടുള്ളത്. സെയിം മുടിയാണ്. ഇത്ര നീളം വെക്കുന്നുള്ളത് എൻ്റെ അമ്മക്കും അത്ഭുതം തന്നെയാണ്. ഇത്ര നീളം വെക്കുമെന്ന് വെച്ചാൽ ഇതൊരു വലിയ അത്ഭുതമാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഈ മുടി വളരെ ചെറിയൊരു മുടി തന്നെയാണ്. പക്ഷെ എനിക്ക് ഇതുവരേക്കും ഇത്ര വളർന്നിട്ടില്ല ഇതുവരേക്കും. അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ നമുക്ക് നിലത്തോളം എത്തുന്ന മുടിയുള്ള ആൾക്കാരെ നമ്മൾ കാണുന്നില്ലേ, അതുപോലെയല്ല ഞാൻ. സാധാരണക്കാർക്ക്, അതായത് നോർമലി ഉള്ള ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അല്ലാതെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഹെയറോ അങ്ങനെ ഭംഗിയോ ഒന്നും തന്നിട്ടില്ല. ഇതൊക്കെ നമ്മൾ എന്താ പറയാ ശ്രമിച്ചിട്ട് ഇത്രയെങ്കിലും ഉണ്ടാക്കിയെടുത്തതാണ്. അല്ലാതെ എനിക്കിപ്പോ ഇത് എന്താ പറയാ, അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങുന്നതിനോ ആൾക്കാരെ കാണുന്നതിനോ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം
എന്റെ മുടി ചീകി കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ നല്ല വോളിയം ഫീൽ ചെയ്യുകയും ചെയ്യും. ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ മുടി ഇങ്ങനെ കയറി അവിടെ ഇങ്ങനെ പതുങ്ങി നിൽക്കും. എവിടെയെങ്കിലും ചാരി ഇരുന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ ചുരുണ്ട മുടി എങ്ങനെയുണ്ട്, ഷേപ്പ്ലെസ് ആയിട്ടിരിക്കും. ആ ഒരു ഭംഗി കിട്ടില്ല. അപ്പൊ ഞാൻ അതൊന്നും നിങ്ങളുടെ മുന്നിൽ മറച്ചു വെക്കുന്നില്ല. അപ്പൊ പിന്നെ കള്ളം പറയുന്ന ആൾക്കാരെ പേടിക്കണ്ടു. പിന്നെ പലപ്പോഴും കുറ്റം പറഞ്ഞ ആൾക്കാർ വീഡിയോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിലല്ലേ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ അവർക്ക് പറയാൻ പറ്റുള്ളൂ. അത്രേ കാര്യമാക്കിയിട്ടുള്ളൂ. അപ്പൊ എല്ലാത്തിനും തന്ന സപ്പോർട്ടിന്, കൂടെ നിന്നതിന്, വിശ്വസിച്ച് തുടർന്നതിന് എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും ഹെയർ കെയർ വീഡിയോസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ചാലഞ്ചായിട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും കേട്ടോ. പിന്നെ കുറച്ച് ക്രാഫ്റ്റ് കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം മൈൻഡ് നല്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് അങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ. അതിന് കുറച്ച് ക്രാഫ്റ്റ് കാര്യങ്ങളും അതുപോലെ ഹെയർ കെയറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് എഴുതി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരുത്തരും ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കുറച്ച് തിരക്ക് തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഡെയിലി ഹെയർ കെയർ ഇടണ്ടല്ലോ, നമുക്ക് വല്ലപ്പോഴും ഒരു ചേഞ്ച് ഒക്കെ വരുത്താലോ. അപ്പൊ അതാണ്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരെ bye bye.